അനു ഇത്തവണയും വീട്ടിൽ പോണില്ലേ? അജ്മിയാണ്. അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് വേണമെന്നറിയാതെ നിന്നു. കഴിഞ്ഞ തവണ വെക്കേഷന് വാശി പിടിച്ച് പപ്പയുടെ അടുത്തേക്കാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തനിക്ക് തോന്നിയിരുന്നു വേണ്ടിയിരുന്നില്ല എന്ന്. പപ്പയുടെ പുതിയ ഭാര്യയുടെ ഇടയിൽ താൻ ഇപ്പോഴും ഒരു അധികപ്പറ്റായിരുന്നു. അല്ലെങ്കിലും ഒരിക്കൽ പോലും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എപ്പോഴും വെക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലേക്ക് ഓടിയെത്താനായിരുന്നു കൊതി. പക്ഷേ എല്ലാം മാറി മറിഞ്ഞത് എത്ര പെട്ടെന്നാണ്. അമ്മയുടെ തറവാട് അതെന്നും തനിക്ക് പ്രിയപ്പെട്ടതാണ്. അവിടെയുള്ളവരും. ഒരു പെൺകുട്ടിക്ക് അവളുടെ അമ്മ ഏറെ വേണ്ട സമയത്താണ് തനിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. അപ്പോൾ മുതൽ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മൂമ്മയാണ്. ക്യാൻസർ എന്ന അസുഖം വന്ന് തൻ്റെ അമ്മ തന്നെ വിട്ടുപോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് എന്ന്. അധികം വൈകാതെ തന്നെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതുവരെയും ഡൽഹിയിലെ ഫ്ലാറ്റിൽ തങ്ങൾക്ക് സ്വർഗം പോലെ ഒരു ജീവിതമായിരുന്നു. അതിനിടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നത് തീർത്തും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നാട്ടിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് എന്നെ അങ്ങോട്ടേക്ക് മാറ്റിയത്. ആദ്യമൊക്കെ അതിനോട് പൊരുത്തപ്പെടാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഓരോ വെക്കേഷനിലും കൊണ്ടുപോകാൻ വരും. ഇല്ല എന്ന വാശിയോടെ പറഞ്ഞിരുന്നു. പകരം പോയിരുന്നത് അമ്മുമ്മയുടെ അടുത്തേക്കാണ്. അമ്മുമ്മയുള്ളപ്പോഴും അങ്ങോട്ട് പോകാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അവിടെ അമ്മയുടെ ഏട്ടനും അവരുടെ 2 ഇരട്ടക്കുട്ടികളും അമ്മുമ്മയും അമ്മായിയും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അമ്മാവൻ്റെ ഇരട്ടക്കുട്ടികൾ എന്നേക്കാൾ 4-5 വയസ്സിന് മൂത്തതാണ്. ഒന്നൊരാൺകുട്ടിയും 1 പെൺകുട്ടിയും. ദത്തേട്ടനും ദിവ്യേച്ചിയും. അമ്മൂമ്മയെപ്പോലെ അമ്മയെപ്പോലെ ഏറെ വാത്സല്യമാണ് ദിവ്യ ചേച്ചിക്ക്. പക്ഷേ ദത്തേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. ആൾക്ക് എന്നെ കണ്ണിന് നേരെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഞാനും അങ്ങോട്ട് മൈൻഡ് ചെയ്യാനേ പോയില്ല. എല്ലാവരോടും ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്ന ദത്തേട്ടൻ എന്നോട് മാത്രം ഈ അകൽച്ച കാണിക്കുമ്പോൾ എന്തോ അറിയാത്തൊരു നോവ് ഉള്ളിൽ ഉണർന്നിരുന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇതൊന്നും തനിക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന മട്ടിൽ ഞാനും നടന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതി നേരെ പോയത് അത്തവണയും അമ്മുമ്മയുടെ വീട്ടിലേക്കാണ്. ഇനിയും ആ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിച്ചാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു. എനിക്കിനി ഇവിടെ എവിടെയെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ വാശി നന്നായി അറിയാവുന്നത് കൊണ്ട് അച്ഛൻ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. എൻ്റെ തീരുമാനത്തിൽ അമ്മുമ്മയ്ക്കും അമ്മായിക്കും അമ്മാവനും ദിവ്യ ചേച്ചിക്കുമെല്ലാം സന്തോഷമായിരുന്നു. ദത്തേട്ടൻ്റെ കാര്യം ഞാൻ ഒട്ടും നോക്കാനും പോയില്ല. അവിടുത്തെ ജീവിതം ഏറെ ആസ്വാദികരമായിരുന്നു. കാവും കുളവും പാടങ്ങളും എല്ലാം. അവിടെ അടുത്തുള്ള സ്കൂളിൽ +1 അഡ്മിഷൻ നേടി. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ദത്തേട്ടനൊഴികെ എല്ലാവരും എന്നെ അവിടെ സ്നേഹിച്ചു കൊന്നു. മനഃപൂർവ്വം ഞാനും ആ ഒരാളെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ എല്ലാം താറുമാറാക്കിയത് അന്നത്തെ ആ ദിവസമാണ്. അതൊരു മഴക്കാലമായിരുന്നു. തോടും കുളവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയം. അപ്പുറത്ത് ഒരു ഗ്യാങ് കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് കൂട്ടായി. ഇത്രയും കാലം അവിടെ തന്നെ താമസിച്ച ദിവ്യ ചേച്ചിയേക്കാൾ അവർക്ക് അടുപ്പം എന്നോടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ എല്ലാ കുസൃതിക്കും കൂടെ കൂടുന്നത് കൊണ്ടാവാം അവിടെ അടുത്ത് തന്നെ ഏതോ ഒരു കാവുണ്ട്. അവിടെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവരുടെ കൂടെ ഞാനും പോയി. വീട്ടിൽ പറഞ്ഞാൽ അമ്മുമ്മയും അമ്മായിയും ഒന്നും സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവരോടാരോടും മിണ്ടാതെയായിരുന്നു യാത്ര. പക്ഷേ എല്ലാം കുളമാക്കിയത് ആ നശിച്ച മഴയാണ്. പറഞ്ഞിടത്തേക്ക് എത്തിയതും മഴ കൊണ്ട് തിരികെ പോരാനും വയ്യാത്ത അവസ്ഥയിലായി. ഒടുവിൽ മഴയൊന്ന് ശമിച്ചപ്പോഴാണ് തിരികെ നടന്നത്. വലിയൊരു കുളമുണ്ടായിരുന്നു പോരുന്ന വഴിയിൽ. അതിൻ്റെ വക്കത്തെത്തിയപ്പോൾ കാൽ വഴുതി ഞാൻ കുളത്തിലേക്ക് വീണു. കൂടെയുള്ളവർ അലറിക്കരഞ്ഞു. നീന്തൽ അറിയാത്തതുകൊണ്ട് മുങ്ങിത്താണു. പെട്ടെന്നാണ് ബലിഷ്ഠമായ 2 കൈകൾ എന്നെ പൊക്കിയെടുത്തത്. ഓർമ്മ മറയുമ്പോഴും അവ്യക്തമായി ഞാൻ ആ മുഖം കണ്ടിരുന്നു. ദത്തേട്ടൻ. മോളെ അനു എന്ന് പ്രാണൻ പോകുന്നത് പോലെ കരഞ്ഞിരുന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിലെ ഫാനിൻ്റെ താഴെയാണ്. എല്ലാവരുടെയും കയ്യിൽ നിന്നും കണക്കിന് കേട്ടു. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ദത്തേട്ടനിൽ നിന്നുമാണ്. പക്ഷേ ആ മുഖത്തപ്പോൾ ദേഷ്യമല്ലായിരുന്നു. കണ്ടത് പേരറിയാത്ത മറ്റൊരു വികാരം. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ ഒരാൾ എൻ്റെ ഈ നെഞ്ചിൽ ആഴത്തിൽ പതിയാൻ. പിന്നെ അങ്ങോട്ട് കൊണ്ടു നടന്നു ഈ നെഞ്ചിൽ പ്രാണൻ പോലെ. ആൾക്ക് തിരിച്ചും അതേ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും നേരിട്ട് കേൾക്കാൻ ഒരു കൊതി. അതുകൊണ്ടാണ് കുറേ നാൾ കാത്തിരുന്നത്. എവിടെ നല്ലയാളാ, കുന്തം പറയും. ക്ഷമ കെട്ടിട്ടാണ് അങ്ങോട്ട് പറയാമെന്ന് കരുതി ചെന്നത്. പതിവ് പോലെ അവരിയ്ക്കാറുള്ള കുളപ്പടവിലേക്ക് നടന്നു. അവിടെ കൂട്ടുകാരോടൊത്ത് ഒരുപാട് നേരം ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു ആൾക്ക്. ആരുടെയൊക്കെയോ കരച്ചിൽ ഇത്ര അപ്പുറത്ത് നിന്ന് കേട്ടു. ഒരു പെണ്ണാണെന്ന് മനസ്സിലായി. കുളപ്പടവിൻ്റെ മറവിലായതുകൊണ്ട് വ്യക്തമായില്ല. ഇത്തിരി നീങ്ങിയപ്പോൾ കണ്ടത് ദത്തേട്ടനെയും പുണർന്നു നിൽക്കുന്ന ഒരുവളെയുമാണ്.
സപ്തനാഡികളും തളർന്ന പോലെ തോന്നി. എൻ്റേതെന്ന് കരുതിയ ആൾക്ക് പുതിയ അവകാശി. എൻ്റെ കൂടെ ഉണ്ടാവോ എന്നവൾ വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഉണ്ടാവുമെന്ന് അയാൾ വാക്കും കൊടുത്തു. പിന്നെ അവിടെയെന്നല്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ തോന്നിയില്ല. +2 കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. അച്ഛനോട് പറഞ്ഞ് ദൂരെ ഒരിടത്ത് ഡിഗ്രിക്ക് ചേർന്നു. ഹോസ്റ്റലിൽ നിന്നു. പോകുന്നതിന് മുൻപ് ദത്തേട്ടൻ പലതവണ സംസാരിക്കാൻ ശ്രമിച്ചു. മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് വെറുപ്പാണ് എന്ന്, എൻ്റെ കൺമുന്നിൽ ഇനി വരരുത് എന്ന്. ആ മുഖത്ത് അപ്പോഴത്തെ തളർച്ച എന്നിൽ നോവുണർത്തി. പക്ഷേ മനഃപൂർവ്വം ഞാനത് കടിച്ചമർത്തി. അവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണമായിരുന്നു. വെക്കേഷൻ പിന്നെയും വന്നു. എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ നിന്നു. അമ്മാവൻ വിളിക്കാൻ വന്നിരുന്നു പലകുറി. പോയില്ല. ദത്തേട്ടൻ അന്നത്തേതിൽ പിന്നെ മുന്നിൽ വന്നതുപോലുമില്ല. ഇന്നിപ്പോൾ 3 വർഷത്തെ പഠനം പൂർത്തിയായി. എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ഡൽഹി. അതായിരുന്നു തീരുമാനം. അമ്മാവൻ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു. ഇഷ്ടമുണ്ടായിട്ടല്ല, ഇതേ പറ്റൂ. അച്ഛൻ്റെ പുതിയ ഭാര്യയ്ക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല എന്നറിയാം. പക്ഷെ തറവാട്ടിലേക്ക് ഇനി വയ്യ. എല്ലാം പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡിയായപ്പോഴാണ് ഒരു വിസിറ്റർ ഉണ്ട് എന്ന് ആരോ വന്ന് പറഞ്ഞത്. അമ്മാവനാകും വരുന്നില്ല എന്ന് പറഞ്ഞാലും ഇതുവരെ വന്ന് നിർബന്ധിക്കും. വരില്ലെന്ന് ഞാൻ തീർത്തു പറയും വരേക്കും. വേഗം ചെന്നു. വന്നയാളെ കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദത്തേട്ടൻ ചുവന്ന മിഴികളോടെ ദേഷിച്ചു നോക്കി നിൽക്കുന്നു. ആദ്യമൊന്ന് പതറിയെങ്കിലും ധൈര്യം സംഭരിച്ചു നിന്നു. നീ തറവാട്ടിലേക്ക് വരുന്നില്ലേ? ഗൗരവത്തിൽ തന്നെയാണ് ചോദ്യം. ഇതിനുള്ള മറുപടി ഞാൻ മാമയോട് പറഞ്ഞതാണല്ലോ. ഇപ്പോൾ ഞാനാ ചോദിച്ചത്. നീ വരുന്നില്ലേ? ഉത്തരവൊന്നും പറയാതിരുന്നപ്പോൾ ആള് അടുത്തേക്ക് വന്നു. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടാൻ മാത്രം എന്ത് തെറ്റാടി ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ? എനിക്കും സങ്കടം വരാൻ തുടങ്ങിയിരുന്നു. ഞാൻ പൊട്ടിത്തെറിച്ചു. അന്ന് ഞാൻ കണ്ട എൻ്റെ പ്രണയത്തെ പോലും ഹോമിച്ച ആ കാഴ്ചയെപ്പറ്റി ഞാൻ അയാളോട് പറഞ്ഞു. അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ആള്. അത് കാണി അത്ഭുതത്തോടെ ദേഷ്യത്തോടെ ഞാൻ അയാളെ നോക്കി. ഇതിനാണോ നീ അവിടുന്ന് കൂടും കുടുക്കയും ഒക്കെ എടുത്ത് പോന്നത്? എടി മണ്ട ശിരോമണി, അവൾ എനിക്ക് പെങ്ങളെ പോലെയാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുമായി അവൾക്ക് മുടിഞ്ഞ പ്രേമം. അതറിഞ്ഞ് അവളുടെ വീട്ടുകാർ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. അവനെ കിട്ടിയില്ലെങ്കിൽ അവൾ ചത്തു കളയുമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞപ്പോൾ ഒരു പെങ്ങളെപ്പോലെ കണ്ട ഞാൻ അന്ന് അവളെ ആശ്വസിപ്പിച്ചത്. അവനും ദേ ഇപ്പോൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. മിഴിച്ച എൻ്റെ കണ്ണുകൾ ഒന്നുകൂടി തുറച്ചു. അപ്പോഴേക്കും എൻ്റെ കൈ പിടിച്ചു വലിച്ച് ആ നെഞ്ചോട് ചേർത്തിരുന്നു. ഈ ജന്മത്തിലെന്നല്ല, ദത്തനിനി ഏതു ജന്മത്തിലും ഒരേ ഒരു പെണ്ണ് തുണയായി മതി. അത് എൻ്റെ ഈ കുറുമ്പി പെണ്ണ എന്ന് കാതോരം വന്ന് പറഞ്ഞു. ഉള്ളു നിറഞ്ഞ ഒരു ചിരി എൻ്റെ ചുണ്ടിൽ പടർന്നിരുന്നു. ഒപ്പം മിഴികളും നിറഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.